ഇന്ന് ചോതി നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ്. ചോതി നക്ഷത്രക്കാരുടേതായ ഒരു ജീവിത രീതികളും അവരുടേതായ ജീവിതങ്ങൾ ഏതൊക്കെ നിലവാരത്തിലാണ് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും എങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചൊക്കെ വന്നാൽ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് വരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയാൽ അവർക്ക് വിജയമൊക്കെ പ്രാപ്തമാക്കാനൊക്കെ കഴിയും എന്നുള്ള ഒരു വ്യക്തമായ ഒരു വീഡിയോ ആണ്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു വീഡിയോ. വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഇവരുടേതായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചൊക്കെ പറയുന്നതും. അനുഭവത്തിലുള്ളവർക്ക് അതൊക്കെ മനസ്സിലാകും. എന്നാൽ ഇനി വളർന്നു വരുന്ന തലമുറകൾക്ക് അതൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ അതൊരു പാഠമായി മുന്നിലേക്ക് കൊണ്ടുവരുവാനും കഴിയും. കാരണം ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഞാനൊരു നല്ല നിലയിലേക്ക് വന്നാൽ മാത്രമാണ് എനിക്ക് ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിയുക എന്ന ചിന്തയൊക്കെ അവരിൽ പ്രാപ്തമാവുകയും ചെയ്യും. 27 നക്ഷത്രങ്ങളുടേതായ ഒരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ചോതി നക്ഷത്രത്തിന് യാതൊരുവിധ ദോഷവും ഇല്ലാത്ത ഒരു നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് വിവാഹത്തിന് ഒക്കെ ഒരു പൊരുത്തമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ചോതി നക്ഷത്രം എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് വരുന്നതെങ്കിൽ അടുത്ത വീട്ടുകാർ, ഇപ്പോൾ ആണിൻ്റെ വീട്ടുകാരാണെങ്കിൽ അവരുടേതായ ഒരു ജാതകത്തിന് അവിടെ ഫലം പൂർണ്ണമാണ്. അപ്പോൾ പെൺവീട്ടുകാരൊക്കെ നോക്കുമ്പോൾ ഈ നക്ഷത്രവുമായിട്ട് യോജിപ്പിക്കുവാനായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരിതാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം സംബന്ധപ്പെട്ട പൊരുത്തമൊക്കെ നോക്കുമ്പോൾ അത്തരം ഘടനകളിൽ ഇവിടെ ഇവർക്ക് പ്രാപ്തമാകുന്നില്ല എന്നാണ്. അപ്പോൾ ശരിയായ രീതിയിൽ നല്ല ഒരു അത്ഭുതകരമായ ഒരു നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാലചക്ര രാശിയുടെ 7ാം രാശിയായ തുലാം രാശിക്കുള്ളിലാണ് 1, 2, 3, 4 എന്നീ പാദങ്ങൾ ഉൾക്കൊണ്ട ഈ ഒരു ചോതി നക്ഷത്രം നിലകൊള്ളുന്നത്. ചോതി നക്ഷത്രത്തിനുള്ളിൽ തന്നെയാണ് സൂര്യഭഗവാന്റേതായ ഒരു നീച ഭാവമൊക്കെയും വന്ന് ചേരുന്നതും. ഇവരുടേതായ ശരീരഘടന എന്ന് പറയുമ്പോൾ ഇവർ വളരെയധികം ഹീറ്റഡ് ആയിരിക്കും. അതായത് ഇവരുടേതായ ബോഡി എപ്പോഴും നല്ല ചൂടുള്ള ഒരു ബോഡി തന്നെയായിരിക്കും ശരീരം ഘടന എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഫാനില്ലാതെയൊക്കെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. തണുപ്പാണെങ്കിലും അവർ ഫാനൊക്കെ ഉപയോഗിച്ച് മാത്രമായിരിക്കും അവർക്ക് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. ചൂടുള്ള പദാർത്ഥങ്ങളോടും തന്നെ വലിയ താല്പര്യ പ്രകടനങ്ങളും തന്നെ ഇവർക്കില്ല. അതായത് ചിപ്പിക്കുള്ളിലെ മുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരം ഈ ഘടനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ മുത്ത് അണിയുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതായത് നല്ല പവിഴമുത്ത് അണിയുന്നത് വളരെയധികം നല്ല ഫലത്തെയും ഉന്നതമായ ഒരു നിലവാരത്തെ കുറിക്കുകയും ഒക്കെ ചെയ്യും. ഇവർക്ക് നല്ല ഉന്നതമായ ജീവിതത്തിനെയൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അത് കുഞ്ഞു വയസ്സ് മുതൽ തന്നെ ആ ഒരു ശീലം പ്രാപ്തമാക്കിയാൽ നല്ല ഒരു ഫലം കഴിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഈ ചിപ്പി എന്നുള്ളത് തന്നെ കടലിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് കടൽ ജലവുമായിട്ട് തന്നെ ധാരാളം നല്ല രീതിക്ക് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടേതായ ഒരു ഘടന അനുസരിച്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഇതുപോലെയുള്ള ഈ കടൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പോകുന്നതും കടൽ ജലത്തിലൊക്കെ കൈകാൽ നനയ്ക്കുന്നതും ഒക്കെ വളരെയധികം നല്ല മുന്നേറ്റത്തെയും പ്രദാനം ചെയ്യും. ഇപ്പോൾ തിരുച്ചെന്തൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ തിരുച്ചെന്തൂർ, രാമേശ്വരം ഇവിടെയൊക്കെ പോയി കടലിലൊക്കെ ഇറങ്ങി കുളിക്കുകയെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയും വളരെ നല്ല മുന്നേറ്റത്തെയും നല്ല ഉയർച്ചയെയും ഇവർക്ക് നൽകും. പവിഴമുത്തുകൊണ്ടുള്ള ഒരു മാലയോ അല്ലെങ്കിൽ ഒരു മോതിരമോ ഒക്കെ ആണുങ്ങൾക്കൊക്കെ ധരിക്കാവുന്നതാണ്. ഈ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ, സ്ത്രീകൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവർക്ക് കാതുകളിൽ കമ്മലായിട്ടൊക്കെ അണിയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ മുത്ത് വച്ച് അണിയുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടേതായ ആ ഒരു മനസ്സ് വളരെയധികം ശാന്തമായി മാറും. ഒപ്പം തന്നെ ബോഡി, ശരീരത്തിൻ്റെതായ ആ ഹീറ്റിംഗ് പവറൊക്കെ വളരെയധികം കുറഞ്ഞ് നല്ല ഒരു ശാന്ത അന്തരീക്ഷം എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. കടൽ ജലത്തിലൊക്കെ കുളിക്കുകയോ കടൽ ജലം നമ്മൾ കടലിൽ പോയി കൈകാലൊക്കെ നനയ്ക്കണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടേതായ കർമ്മ വിനകൾ, അതായത് നമ്മൾ പറയുന്നു, അതായത് കർമ്മവിനകളൊക്കെ അനുഭവിച്ച് തീർക്കുക എന്ന് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വരികയാണെങ്കിൽ ഈ കർമ്മ വിനകൾ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 50% കുറഞ്ഞ് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിനുള്ള പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എന്ത് വിഷയങ്ങളാണ്, കല്യാണത്തിനുള്ള തടസ്സം വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഇവർക്ക് വളരെ വേഗത്തിൽ അതിന് തീർപ്പ് കിട്ടുമെന്നുള്ളത് തന്നെയാണ്. ഇവരുടെ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തെറ്റുകൾ ചെയ്യുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. അഥവാ തെറ്റുകളിലൊക്കെ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കും. ഇവർ ബോധപൂർവം തന്നെ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെടുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവരാൽ എന്തെങ്കിലും വിഷയത്തിൽ ചെന്ന് ചാടി
അതിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവർ ബോധപൂർവം ഒരു കാര്യത്തിലും ഒരു തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യുവാൻ ഉള്ള മനസ്സോ ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് വളരെയധികം ജാഗ്രതയുള്ള ഒരു മനോഭാവത്തിന്റെ ഉടമയായിരിക്കും. സാഹചര്യങ്ങൾ വന്നു ചേർന്നാൽ മാത്രമാണ് ഇവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രേരണ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് എപ്പോഴും ശുദ്ധം തന്നെയായിരിക്കും. തൊഴിലിടങ്ങളിലാണെങ്കിലും ഇത്തരക്കാരെ നല്ല ധൈര്യപൂർവ്വം തന്നെ നമുക്ക് തൊഴിലിൽ പങ്കാളിയാക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ഒപ്പം ചേർക്കുവാനോ ഒക്കെ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. ബോധപൂർവ്വം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള സാഹചര്യങ്ങൾ വന്നെത്തുകയാണെങ്കിൽ മാത്രം, അങ്ങനെ വന്നാൽ പോലും അവർ പരമാവധി ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളാണ്. ദേവഗണത്തിൽപ്പെട്ടതാണ് ഈ നക്ഷത്രം. അതുപോലെ തന്നെ നരസിംഹമൂർത്തി അവതാരപ്പിറവിയെടുത്ത ഒരു നക്ഷത്രമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വെറുതെയൊന്നും തന്നെ ഒരു ദൈവങ്ങളും ഒരു നക്ഷത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു ജന്മം എടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടൊരു കാരണവും ഇവർക്ക് ഉണ്ടാവും. ദേവഗണമായതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ശാന്തശീലരായിരിക്കും. ശാന്തശീലരായിരുന്നാൽ വളരെ സ്നേഹമുള്ള വ്യക്തിയും തന്നെയായിരിക്കും. എന്നാൽ ദേഷ്യം എന്നൊരു കാര്യം വന്നുപോയാൽ അവിടെ ഒരു അസുരനായി മാറുവാനും ഇവർ മടിക്കുകയുമില്ല. കാറ്റ് രാശിയും ആയതുകൊണ്ട് തന്നെ ഇവരുടേതായ സ്വഭാവങ്ങൾ എപ്പോ മാറും, എപ്പോ ശരിയാകും എന്ന് പറയാൻ പറ്റില്ല. അതായത് ശാന്തമായ കാറ്റൊക്കെ ആണെങ്കിൽ അത് കൊണ്ടിരിക്കാനും നമുക്ക് വളരെയധികം സുഖമായിരിക്കും. എന്നാൽ കൊടുങ്കാറ്റാണെങ്കിൽ നമുക്ക് അതിനെ അംഗീകരിക്കാനും കഴിയില്ല. അപ്പോൾ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇവർക്ക് ആത്മാഭിമാനവും അതുപോലെ തന്നെ ഗൗരവം, അതുപോലെ ഗർവം ഒക്കെ ധാരാളം തന്നെ ഉണ്ടാവും. ഇവരോട് ഇടപഴകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വളരെ ദുഃഖിക്കേണ്ടി വരും ഇടപെടുന്നവർ. കാരണം എന്ന് വെച്ചാൽ ഇവർ നല്ല സൗഹൃദ മനോഭാവത്തോടുകൂടി തന്നെയായിരിക്കും ഇടപെടുക. പക്ഷേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് എത്ര കോടീശ്വരനായാലും ശരി, എത്രത്തോളം സ്നേഹം വാരിക്കോരി നൽകുന്ന വ്യക്തിയാണെങ്കിലും ശരി, അത് ഉപേക്ഷിച്ചത് തന്നെയായിരിക്കും. ഇവരൊക്കെ തന്നെ വളരെയധികം ഷാർപ്പാണ്. അതായത് മൂർച്ചയുള്ള ഒരു കത്തിയുടെ തത്വമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവരോട് ഇടപഴകുമ്പോഴൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തണം. അല്ലെങ്കിൽ ഇവരുടേതായ രീതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ പിന്നീട് അതിനായി തന്നെ വളരെയധികം ദുഃഖിക്കേണ്ടി വരും ഓപ്പോസിറ്റ് സൈഡിലുള്ളവരൊക്കെയും. ഇവരെ കണ്ടാൽ ഒന്നും അറിയാത്ത ഒരു പാവം കുട്ടികളാണ്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത വ്യക്തികളാണ് എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ടാകും. പക്ഷേ സർവ്വവിധ കാര്യങ്ങളിലും നല്ല പരിജ്ഞാനവും അറിവും ഒക്കെ ഇവർ നേടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് മരുതാണ്. മരുതിൻ്റെതായ വൃക്ഷം എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതിനെ വണങ്ങുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ അതിനെ നട്ടു പരിപാലിക്കുന്നതൊക്കെയും വളരെയധികം നല്ല ഫലത്തെയൊക്കെ പ്രദാനം ചെയ്യും. അതുപോലെ മരുത്വ മല അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയുള്ള യാത്രകളൊക്കെയും ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഈ ചോദ്യ നക്ഷത്രക്കാരുടേതായ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം ഇടങ്ങളിൽ ഇവർ ആ ഒരു ഹോമം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ ആ ഹോമത്തിന് പരിപൂർണമായ വിജയത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഈ രോഗാവസ്ഥകളിലൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പലരും പല പല ജ്യോതിഷികളും പരിഹാരങ്ങളും നിർദ്ദേശിക്കും. മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തണം എന്നൊക്കെ പറയും. അങ്ങനെ ഉള്ള ഒരു ഹോമമൊക്കെ നടത്തുമ്പോൾ സ്വാതി നക്ഷത്രക്കാരായിട്ടുള്ള ആരെങ്കിലും, ഒരു ആണോ പെണ്ണോ ആരെങ്കിലും ആ ഒരിടത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ 100% ആ പറയുന്ന രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് വന്നു ചേരുകയും ആ വ്യക്തിക്ക് പരിപൂർണമായ സുഖവും വന്നു ചേരുമെന്നുള്ളതും പറയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുള്ള ഇടങ്ങളിൽ എവിടെയെങ്കിലും മരുതിൻ്റെതായ മരം കാണുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് വണങ്ങുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ആ വൃക്ഷത്തെ വലം വെച്ച് വരുന്നതൊക്കെയും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. സർവ്വ ഐശ്വര്യങ്ങൾക്കും അത് കാരകത്വം നൽകുന്ന ഒരു മരം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവരുടെ മൃഗം ആൺ എരുമയാണ്. അപ്പോൾ എരുമകളുടേതായ സ്വഭാവം അറിയാലോ, എവിടെയെങ്കിലും ചെന്ന് കിടന്നാൽ അവിടെ കിടക്കും. എഴുന്നേറ്റ് വാ എന്ന് വിളിച്ചാലും അത് വരില്ല എന്നുള്ളതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു കർമ്മത്തിനായിട്ട് മറ്റുള്ളവർ ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ, സുഹൃത്തുക്കൾ വിളിക്കുകയാണെങ്കിലും പമ്പരം പോലെ ചുറ്റിക്കൊണ്ട് ഓടുന്ന സ്വഭാവമായിരിക്കും. വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവിടെ കിടന്നുറങ്ങും, പിന്നീടാകട്ടെ എന്ന് പറയുന്ന വ്യക്തികളായിരിക്കും. അടുത്ത നിമിഷം സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും വന്ന് വിളിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ എഴുന്നേറ്റ് പോയി അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യും. അതായത് പൊതുവെ മടിയന്മാരാണ് എങ്കിൽ തന്നെയും ഈ ഉന്മേഷത്തിന് കുറവൊന്നും തന്നെയില്ല. അവർ അവരുടേതായ ഒരു ശൈലി പ്രകാരം അങ്ങനെ കിടന്നു പോകുന്നതാണ്. ഇവർക്ക് അച്ഛനോടൊക്കെ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളാണ്. പക്ഷേ ഇവരൊന്നും പുറത്ത് പ്രകടിപ്പിക്കില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും ചെയ്യും. പക്ഷേ ഉൾമനസ്സിൽ നല്ല അധികം സ്നേഹമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും.
ഇവരുടെ അച്ഛൻ്റേതായ ഒരു ഘടനയൊക്കെ എടുക്കുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ പറയുകയാണെങ്കിൽ ഇവരുടേതായ മാതാപിതാക്കളുടേതായ അച്ഛൻ്റെ ഒരു പേരിൻ്റെതായ ഒരു ഘടന എടുക്കുമ്പോൾ ഈശ്വരനുമായി ബന്ധപ്പെട്ട അതായത് ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ആയിരിക്കും ഇവർക്ക് പേരായിട്ട് വരിക. ചോതി നക്ഷത്രക്കാരുടെ അച്ഛൻ്റെതായ രീതി നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ആ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും. പക്ഷേ വളരെയധികം സ്നേഹവാത്സല്യങ്ങളോടുകൂടി ഇവരോട് ഇടപഴകി പോകുന്ന ഒരു സാഹചര്യവും കുടുംബത്തിന് വേണ്ടിയിട്ട് മാക്സിമം അതായത് വളരെ അധികം കഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരിക്കും. ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചു കാലം ഒരു 5 വർഷക്കാലമൊക്കെയും ഒരു നല്ല ഒരു ഫലത്തെ അവർക്ക് മാതാപിതാക്കൾക്ക് പ്രദാനം ചെയ്താലും അച്ഛനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള കാലം വളരെയധികം ദുഃഖപൂരിതമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും തോറ്റുപോകാനുള്ള ഒരു മനസ്സ് ഇവരുടേതായ അച്ഛന് വരാത്ത ഒരു സാഹചര്യമായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും എനിക്ക് ഉയർന്നു വരണം ചിന്താഗതിയും വരും. കാരണം ചോതി അങ്ങനെയാണല്ലോ, അവിടെ അന്നം മുട്ടാത്ത ഒരു നക്ഷത്രമാണത്. ചോതി എവിടെയുണ്ടെങ്കിലും ആ വീട്ടിൽ ഒരിക്കലും തന്നെ ഭക്ഷണത്തിന് ഒരു പഞ്ചവും വരില്ല. ഭക്ഷിക്കാനായിട്ട് അന്നം ഇല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ആ വീട്ടിൽ ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവരുടേതായ പൂർവികമായ സ്വത്ത്, അച്ഛൻ വഴിക്കുള്ള സ്വത്തൊക്കെ തന്നെ ഇവരുടേതായ ജനനത്തിന് മുൻപേ തന്നെ നശിച്ചു പോകുന്ന സാഹചര്യവും ജനിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നേടിയാലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങളും വന്നെത്തും. ഒരു തേനീച്ചയുടേതായ ഒരു കൂടുമായി സംബന്ധപ്പെടുത്തിയെടുത്താൽ ഇവർക്ക് ഒരു കൂട്ടുകുടുംബ ജീവിതങ്ങളൊക്കെ ആയിരിക്കും വളരെയധികം ഇഷ്ടം. അതായത് സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ, അവരുടേതായ ബന്ധുക്കൾ ഇവർക്കൊപ്പമൊക്കെ ഇരിക്കുവാനും ജീവിക്കുവാനും അവർക്കൊപ്പമൊക്കെ ഇടപഴകി മുന്നിലേക്ക് പോകുവാനും ഒക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ പലപ്പോഴും ഇവർക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോകുമെന്നുള്ളതാണ് വാസ്തവം. ചോതി രാഹുവിൻ്റെതായ ഒരു നക്ഷത്രം കൂടി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴുമുള്ള ചിന്ത വലിയ വലിയ ചിന്തകളായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ഷർട്ട് വാങ്ങണമെന്ന് പറഞ്ഞാൽ അമ്മ പറയും നമുക്ക് അവിടെ പോയി വാങ്ങാം, ഒരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപയ്ക്കുള്ളിൽ ഒരെണ്ണം വാങ്ങാമെന്ന് വെച്ചാൽ ഇവർ ചെന്ന് കൈവയ്ക്കുന്നത് 5000 രൂപയ്ക്കുള്ളതിലായിരിക്കും. ഒരു ഫോണിൻ്റെ കാര്യമാണെങ്കിൽ ശരി, ഒരു ഷൂവിൻ്റെ കാര്യമാണെങ്കിൽ ശരി, ഒരു ചെരുപ്പാണെങ്കിലും ശരി, എന്തും ഏതും ഇവർ ചെന്ന് കൈവയ്ക്കുന്നത് 0 കൂടി കൂടി വരുന്ന ഒരു ഇടത്തായിരിക്കും. അതായത് 500 എന്ന് പറയുമ്പോൾ 5000-ൽ പിടിക്കും, 5000 എന്ന് പറയുമ്പോൾ 50,000-ൽ പിടിക്കും. വീട്ടിലൊരു ഇലക്ട്രോണിക് സാധനം വാങ്ങണമെന്ന് വെച്ചാലും ശരി, 5000 രൂപയ്ക്കുള്ളത് വാങ്ങാമെന്ന് പറഞ്ഞാൽ 50,000 രൂപയിൽ കുറഞ്ഞ ഒരു സാധനങ്ങളും ഇവർ വാങ്ങില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അത്തരം ചിന്തകൾ വളരെയധികം നല്ല ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന് തന്നെ പറയും. കാരണം വളരെ വലുതായ രീതിയിൽ ആഗ്രഹിക്കുമ്പോഴാണ് ആ കുടുംബത്തിന് ചെറുതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഷ്ടപ്പാടുകൾ എത്രത്തോളം വന്നാലും നമുക്ക് അവിടെ ഒരു വിജയം ആ കുടുംബത്തിന് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. ആണായാലും പെണ്ണായാലും ഇവർക്ക് തന്നെ ഒന്ന് നല്ല അഴകുള്ള രീതിയിൽ വച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിപ്പോൾ ആണുങ്ങളാണെങ്കിലും ശരി, അവർക്ക് അവരുടേതായ ക്രീമുകളൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ വരും. അതുപോലെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടേതായ ആ മുഖം സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഒക്കെ നല്ല ഒരു ഐശ്വര്യമൊക്കെ വരുത്താനായിട്ട് അങ്ങനെയുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങളും, വസ്ത്രം സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും ശരി, നല്ല ഹൈ ലെവലിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ് ഇവർക്ക് ഉള്ളത്. പലപ്പോഴും മാതാപിതാക്കളൊക്കെയും അത് പറ്റില്ല എങ്കിലും അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളും വന്നു ചേരും. മറ്റൊരു കാര്യം, ശുക്രന്റെ വീട്ടിലാണ് രാഹുവിൻ്റെതായ സഞ്ചാരഗതിയൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ ശുക്രൻ്റെതായ ഒരു നില വെച്ച് നോക്കുമ്പോൾ രാഹുവിൻ്റെതായ ചിന്താഗതിയും ഇവർക്ക് പ്രാപ്തമായില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് മാറ്റി പറയേണ്ടി വരിക. ഇവരുടേതായ ഒരു അതായത് ഒരു റിച്ച് ആയിരിക്കണം ഇവർക്ക് എപ്പോഴും. ഇവർക്ക് ജ്യൂസ് പോലുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ വളരെ അധികം ഇഷ്ടമാണ്. അതായത് തണുത്ത പദാർത്ഥങ്ങളൊക്കെയും വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ യാത്രകൾ പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, സിനിമ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. വളരെ എവിടെയായാലും റിച്ചായി തന്നെ ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് അവർക്ക്. ഒരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാലും ശരി, ഒരു 10,000-ഓ 25,000-ഓ സെക്കൻഡ് ഹാൻഡ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അവർ ചെന്ന് നിൽക്കുന്നത് 2.5 ലക്ഷത്തിൽ കുറയാത്ത ബൈക്കുകൾക്ക് മുകളിൽ തന്നെയായിരിക്കും. നരസിംഹമൂർത്തിയെ പോലെ തന്നെയാണ് ഇവർ. കാരണം ആപത് ബാന്ധവൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു വെച്ചാൽ, സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം വന്നു വച്ചാലും ഇവർ ആ സ്പോട്ടിൽ അവർക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യും. രാഹു ദിശയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടേതായ ജനനത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ലാത്ത രീതിയിൽ കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കും ആ കുടുംബത്തിന് ഒരു മെച്ചമായ ഒരു നില ഉണ്ടാക്കുവാനായിട്ട് കഴിയും. കാരണം അതുവരെ നല്ലതായിട്ടിരുന്ന സുഹൃത്തുക്കളാണെങ്കിലും ശരി, ബന്ധുക്കളാണെങ്കിലും ശരി, അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ആ കുടുംബത്തിലുള്ള എല്ലാവരും വരെ ഈ കുടുംബത്തിനെ കുറ്റപ്പെടുത്തുകയും പരാതി പറയുന്ന സാഹചര്യങ്ങൾ, അവരുമായി പിണങ്ങേണ്ട സാഹചര്യങ്ങൾ വരെ ധാരാളം വന്നിരിക്കും.
നേരത്തെ ഞാൻ പറഞ്ഞു എരുമയുടേതായ ആണെരുമയുടേതായ ഒരു പ്രഭാവം. കാരണം ഇവർക്ക് ഒരു ചുറുചുറുക്കായിട്ടുള്ള ഒരു മനോഭാവമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം പഠിക്കാനുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്ത് പോകാൻ പറഞ്ഞാലും ശരി, ഇവർ 10 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 9:55 വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു അലസമായ മനോഭാവത്തോടുകൂടി തന്നെയായിരിക്കും ഇവർ എന്ത് കാര്യത്തിലും ഇറങ്ങുക. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ പതിയെ പോവുക, പതിയെ വരിക എന്നിങ്ങനെയുള്ള ചിന്താഗതികളൊക്കെയാണ്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർ ഒത്തിരി ചുറുചുറുക്കോടുകൂടി ഇരിക്കുന്നതും നല്ലതല്ല എന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം. കാരണം ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നതും ഒത്തിരി സ്ട്രെസ് എടുക്കുന്നതും ഇവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതികൾ വരെയും ഇവർക്ക് ഇത് ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ വളരെയധികം വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ടാകും. പെട്ടെന്ന് തന്നെ ദേഹം തളർച്ച ഉണ്ടാകുന്ന വ്യക്തികളും കൂടിയാണ്. ആരോഗ്യമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ പെട്ടെന്ന് ശരീരം തളർന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്കുണ്ട്. ഇവർക്ക് പേരും പുകഴും അന്തസ്സുമൊക്കെ ഇവർ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കും. അതായത് ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലൂടെ അത് നടണമെന്നൊന്നുമല്ല. ഇവർക്ക് ഒരു സ്റ്റാറ്റസ് നിലനിർത്തി പോകാൻ വളരെയധികം ആഗ്രഹമുള്ളവരാണ്. ഇതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ഒരു ക്ലിയർ സ്റ്റാറ്റസ്, അത് കുടുംബത്തോടൊപ്പം യാത്രകളൊക്കെ ചെയ്യാനുമൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ അമ്മയോടൊക്കെ വളരെയധികം സ്നേഹമായിരിക്കും. എന്തെങ്കിലുമൊക്കെ സിനിമയ്ക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ പോലും അമ്മ വരുന്നോ എന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് പറയുന്ന വ്യക്തികളൊക്കെ കൂടെ ആയിരിക്കും. ആൺ ചോദ്യക്കാരൊക്കെ തന്നെ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഭാര്യയുടെ മേൽ വളരെയധികം ആത്മാർത്ഥമായ സ്നേഹം വച്ചു പുലർത്തുന്നവർ തന്നെയായിരിക്കും. യാതൊരുവിധ സംശയവും വേണ്ട. ഇവരുടേതായ ചില ഘടകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചില ഈ പോരായ്മകളാണ്, അവരുടേതായ നക്ഷത്രത്തിൻ്റെതായ പോരായ്മകൾ അവരുടേതായ ശരീരഘടനത്തിലേക്ക് വരുമ്പോൾ അവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളും വന്നു ചേരുന്നു എന്നുള്ളതാണ്. കാരണം ഭാര്യ ചിലപ്പോൾ പറയാം നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയുന്ന വ്യക്തി അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ അത് അവരുടേതായ ഒരു നക്ഷത്രത്തിൻ്റെതായ ഒരു പ്രഭാവമാണ് അവർ കാട്ടുന്നത്, അല്ലാതെ വ്യക്തിപരമായി വേണ്ട എന്നല്ല. സ്ത്രീകളോടൊക്കെ ഇടപഴകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം. കാരണം ചോദ്യ നക്ഷത്രത്തിന് എപ്പോഴും സ്ത്രീകളാൽ ആപത്തുകൾ വന്നുകൊണ്ട് തന്നെയിരിക്കും. ജാഗ്രത വളരെയധികം തന്നെ വേണം. ഈ രാശിക്കുള്ളിലാണ് ഈ സൂര്യഭഗവാൻ നീചമാകുന്നതും ശനി ഭഗവാൻ ഉച്ചസ്ഥായിയിലേക്ക് വരുന്നതും. അപ്പോൾ ഈ രണ്ടും അച്ഛനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പിഴവുകൾക്ക് മേൽ പിഴവുകൾ വന്നു ചേർന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളും ഇവരുടേതായ അച്ഛൻ തന്നെയായിരിക്കും. ചോദ്യ നക്ഷത്രക്കാരുടേതായ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരുടേതായ കുട്ടികളൊക്കെ ആവുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും വിധമുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതായത് അബോർഷൻ സംഭവിക്കുക, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, അതുമൂലം മാനസികാവസ്ഥകളിലേക്ക് ചെന്നെത്തുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും ഈ നക്ഷത്രക്കാരുടേതായ ഒരു ജാതകപ്രകാരം അല്ലെങ്കിൽ നക്ഷത്രപ്രകാരം കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളെ കുറിച്ച് ചിന്തിച്ച് വിഷമപ്പെടാത്ത ചോദ്യ നക്ഷത്രക്കാർ ആരും തന്നെ ഇല്ല എന്നാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ നരസിംഹത്തിൻ്റെതായ ഒരു സ്വഭാവം വരും. കാരണം നരസിംഹത്തിൻ്റെതായ 10 വിരലുകളിലും നല്ല മൂർച്ചയുള്ള നഖങ്ങളൊക്കെയുള്ള ഒരു ഈശ്വരനാണ്. അപ്പോൾ അതുപോലെ തന്നെ നഖമൊക്കെ വളർത്തണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഈ നരസിംഹത്തിൻ്റെതായ ഒരു പ്രഭാവത്തെ കുറിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തകളും. വളർത്തിയില്ല എങ്കിൽ പോലും ആ ഒരു ആഗ്രഹങ്ങളൊക്കെയും അവർക്ക് ഉണ്ടാവും. കാരണം നല്ല ഭംഗിയോടുകൂടി ഇരിക്കണം എന്നുള്ളത്. കൈകൾ, മുഖം എന്നിങ്ങനെ ഭാഗങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട്, അതായത് നല്ല ഭംഗിയുള്ളതായിരിക്കണം എന്നൊക്കെ ആശയമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു വരുന്നത് വളരെയധികം നല്ല ഫലത്തെ ചെയ്യും. അതായത് ഈ ചോതി നക്ഷത്രം വരുന്ന ആ ഒരു ദിനങ്ങളിലൊക്കെ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. നരസിംഹമൂർത്തിയെയും ഒപ്പം തന്നെ ആഞ്ജനേയ സ്വാമിയെയും പ്രാർത്ഥിച്ചു വരുന്നത് ജീവിതത്തിൽ സർവ്വകാര്യ വിജയങ്ങളെയും പ്രദാനം ചെയ്യും. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ദിനമൊന്നും കണക്കാക്കേണ്ടതില്ല. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെയില്ല. എന്നാലും ചോതി നക്ഷത്രം കണക്കാക്കി ഈ രണ്ട് ഈശ്വരന്മാർക്കും വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത് മുന്നിലേക്ക് വന്നാൽ സർവ്വകാര്യ വിജയവും ഉണ്ടാകും. ഒപ്പം തന്നെ കടൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ, അതായത് ബീച്ചിലൊക്കെ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കാൽ ഒക്കെ ഈ കടൽ ജലത്തിലൊക്കെ നനയ്ക്കുന്നതൊക്കെ സർവ്വവിധ പാപങ്ങളെയും നിങ്ങൾക്ക് കഴുകിക്കളഞ്ഞ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സാഹചര്യങ്ങളും കൊണ്ടുവരാനായിട്ട് കഴിയും. അതിപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും കടലൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഈ ചോദ്യ നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൊഴിലൊന്നും ലഭിക്കാതെയൊക്കെ നടക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതുപോലെ കടലിൽ കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ കടൽ ജലം കൊണ്ട് കൈകാലുകളൊക്കെ തേച്ച് കഴുകി വീട്ടൊക്കെ വരിക. നല്ല ആ സമയത്ത് ഒരു നിങ്ങളുടേതായ ഇഷ്ട പ്രാർത്ഥനകൾ കൂടി നടത്തുക. അതായത് എന്താണോ ആഗ്രഹം എന്നുള്ളത് ആ പ്രാർത്ഥനകളൊക്കെ നടത്തുക. മരം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ
നിങ്ങളുടേതായ ഒരു സിമ്പൽ എന്ന് പറയുന്നത് തന്നെ ഈ മരത്തിൻ്റെതായ ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിക്കുന്നതൊക്കെ വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതേപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെതായ ഒരു സിമ്പലൊക്കെയും മൊബൈൽ ഫോണുകളിലൊക്കെ നിങ്ങൾ പ്രൊഫൈലാക്കി സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ ഒരു ചിത്രം പേഴ്സിൽ സൂക്ഷിക്കുന്നതൊക്കെ വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഇപ്പം അണിയേണ്ട രത്നമെന്ന് പറയുന്നത് മുത്താണ്. മുത്ത് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉൾമനസ്സിലൊരു വെളിച്ചവും സർവ്വകാര്യ വിജയവും പ്രാപ്തമാക്കി തരും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്മകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്